Good morning to all of you. Today we are going to discuss about types of customs duty. Customs duty refers to the tax imposed on goods when they are transported across international borders. In simple terms, it is the tax that is levied on import and export of goods. The government uses this duty to raise its revenues, safeguard domestic industries, and regulate the movement of goods. The rate of customs duty varies depending on where the goods were made and what they were made of. Custom duty in India is defined under the Customs Act 1962, and all matters related to it fall under the Central Board of Indirect Taxes and Customs. Types of customs duty. First one is basic customs duty. ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെസിഫൈഡ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് സൂചിപ്പിക്കുക. അത് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 നിയന്ത്രണ വിധേയമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സ് ഈ ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. വാല്യൂ ബേസ്ഡ് ഡ്യൂട്ടീസിനെയാണ് നമ്മൾ ആഡ് വലേറിയം ബേസിസ് എന്ന് സൂചിപ്പിക്കുക. ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഗുഡ്സിന് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്നാണ് പറയുക. ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ക്രൈറ്റീരിയയുടെയും അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ഡ്യൂട്ടീസ് എന്ന് പറയുക. Basic customs duty is imposed on the value of goods at a specified rate as it is fixed on an ad valorem basis. After being amended time and again, it is currently regulated by the Customs Tariff Act 1975. The central government, however, holds the right to exempt specific goods from this tax. The duty levied depends on the value of the goods, its dimensions and weight, along with a lot of other criteria. While value-based duties are called valorem duties, quantity-based duties are called specific duties. On the other hand, duties on values plus other factors are called compound duties. Countervailing duty or CVD. കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുക ഇമ്പോർട്ടിംഗ് കൺട്രി അവരുടെ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സിന് ചുമത്തുന്ന ഇമ്പോർട്ട് ടാക്സിനെയാണ് കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുക. ഇത് പ്രധാനമായും ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ ഇമ്പോർട്ട് സബ്സിഡിയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സാണ്. അതായത്
ഇമ്പോർട്ട് ചെയ്യുന്ന അഥവാ ഫോറിൻ കൺട്രിയുടെ പ്രോഡക്റ്റിന് അവിടുത്തെ ഗവൺമെൻറ്റുകൾ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് ചില സബ്സിഡികൾ നൽകുന്നു. അപ്പോൾ ഫോറിൻ കൺട്രിയിൽ ആ പ്രോഡക്റ്റിൻ്റെ വില കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കത് കൂടുതൽ അവരുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യുന്നതിനും ആ കുറഞ്ഞ വിലയിൽ തന്നെ അത് മറ്റ് കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനുമുള്ള സാധ്യത കൂടുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ കൂടുതൽ ഗുഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ പ്രതികൂലമായി ബാധിക്കാം. ആയതിനാൽ അങ്ങനെ വിദേശത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ഗവൺമെൻറ് ചുമത്തുന്ന ഇമ്പോർട്ട് ടാക്സിനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുക. GST ലോ അനുസരിച്ച് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി GSTയുടെ ഭാഗമാണ്. Countervailing duty is thus an import tax by the importing country on imported products. To make their products cheaper and boost their demand in other countries, foreign governments sometimes provide subsidy to their producers. To avoid flooding of the market in the importing country with these goods, the government of the importing country imposes countervailing duty, charging a specific amount on import of such goods. As per the model GST law, countervailing duty is now subsumed by GST. Additional customs duty or countervailing duty. കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടിയെ തന്നെ കോമൺ ആയിട്ട് പറയുന്നതാണ് അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി. ഇത് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 അനുസരിച്ച് ഇമ്പോർട്ടഡ് ഗുഡ്സിന് ഇമ്പോസ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. ഇത് ഇന്ത്യയിലാണ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അതിന്മേൽ ചുമത്തപ്പെടുന്ന എക്സൈസ് ഡ്യൂട്ടിക്ക് തുല്യവുമാണ്. GST ആക്ട് അനുസരിച്ച് ഇത് GSTയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡ്യൂട്ടിയാണ്. ഇവിടെ ഈ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൽ നിന്നും IGSTയുടെ അടിസ്ഥാനത്തിൽ ഈ ഡ്യൂട്ടി ക്ലെയിം ചെയ്യാവുന്നതുമാണ്. IGST എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യപ്പെടുന്ന ഡ്യൂട്ടിയെയാണ് IGST എന്ന് പറയുക. Additional customs duty or countervailing duty is commonly referred to as countervailing duty, is levied on imported goods in terms of Section 3 of the Customs Tariff Act 1975 and is equal to the central excise duty leviable on the like goods if produced or manufactured in India. As per GST, it is subsumed. Here, IGST can be claimed upon the input tax credit from the concerned goods imported. Protective duty. Protective duties are duties placed on foreign goods
by a national or state government in order to protect domestic products and markets. The increased fees levied on foreign goods are generally passed on to the consumer, making the foreign goods considerably more expensive than similar goods produced within the country. This system is designed to encourage consumers to purchase more domestic products and in the process prop up domestic industries that would otherwise go bankrupt because of the availability of cheaper foreign products. Furthermore, with the consumers buying more domestic goods in response to higher import prices, more currency remains in domestic circulation. Domestic പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോറിൻ ഗുഡ്സിന് ചുമത്തുന്ന ഡ്യൂട്ടിയെയാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ആയതിനാൽ ഡൊമസ്റ്റിക് പ്രോഡക്ട്സിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നതിനും കറൻസി അഥവാ ഡൊമസ്റ്റിക് കറൻസി കൂടുതൽ അതായത് രാജ്യത്ത് തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നതിനും ഇത് കാരണമാകാം. പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി പ്രധാനമായും രണ്ട് തരത്തിലാണ്: സേഫ് ഗാർഡ് ഡ്യൂട്ടി ആൻഡ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി. Safeguard duty. Safeguard duty is a temporary relief provided when imports of a product increase unexpectedly to a point where they threaten domestic manufacturers of similar products. സേഫ്ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുക ഒരു ടെമ്പററി ആയിട്ടുള്ള റിലീഫാണ്. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും അത് ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിൻ്റെ സിമിലർ പ്രോഡക്ട്സിനെ വെല്ലുവിളിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സേഫ് ഗാർഡ് ഡ്യൂട്ടി ചാർജ് ചെയ്യുക. ഇത് കൗണ്ടർ ഡ്വെയിൽ ഡ്യൂട്ടിയിൽ നിന്നും ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയിൽ നിന്നും വ്യത്യസ്തമാണ്. ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. സ്പെഷ്യൽ ഇക്കണോമിക് സോണിനുള്ളിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് താഴേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഡൊമസ്റ്റിക് ഗവൺമെൻറ് ഫോറിൻ ഇമ്പോർട്ട്സിന് ഇമ്പോസ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി എന്നത്. പലപ്പോഴും പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുന്ന സാഹചര്യത്തിൽ അത് ഹോം മാർക്കറ്റിലേക്കാൾ കുറഞ്ഞ റേറ്റിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടാം. An anti-dumping duty is a protectionist tariff that a domestic government imposes on foreign imports that it believes are priced below fair market value. Dumping is a process where a company exports a product at a price lower than the price it normally charges in its own home market. ഇതിലൂടെ ഫോറിൻ കൺട്രിയുടെ പ്രോഡക്റ്റ് ഹോം കൺട്രിയുടെ പ്രോഡക്റ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക്
ഡൊമസ്റ്റിക് കൺട്രിയിലേക്ക് ഡംപ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാതാകുന്നു എന്നുള്ളതാണ്.